പടം കുഴപ്പമില്ല. അത്യാവശ്യം രജനീകാന്ത് സൗബിനാണ് കൂടുതൽ പടത്തിലുള്ളത്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സൗബിനാണ് പടത്തിന്റെ മെയിൻ. പിന്നെ പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടോണ്ടിരിക്കാം. ആക്ഷനൊക്കെ കൊള്ളാം. ആക്ഷനൊക്കെ ഇച്ചിരി ഓവറായി. സെക്കൻഡ് ഹാഫിലൊക്കെ ഇച്ചിരി കൂടുതൽ കുറച്ചധികം ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കണ്ടു ഒരു പ്രാവശ്യം കാണാം. ഓക്കെ കൊള്ളാം. കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ബിജിഎം ഒക്കെ കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു രജനീകാന്ത് ഫാനാണെങ്കിൽ നമ്മൾ രജനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറെ സാധനങ്ങളുടെ കുറവുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒരു പടം എന്നുള്ള രീതിയിൽ കണ്ടോണ്ടിരിക്കാം. പറയുന്നുണ്ട് കുഴപ്പമില്ല. പറയുന്നില്ല മക്കളെ പറയാനുണ്ടോ? സൂപ്പർ പറയാനുണ്ട് ഭയങ്കരമായി നിങ്ങൾ പറയുന്നുണ്ട് സൂപ്പർ നിങ്ങൾ പറയാനുണ്ട് എന്ത് പറയാനുണ്ട് പറയപ്പടി പറയാനുണ്ട് എങ്ങനെയുണ്ട് പറയാനുണ്ട് എങ്ങനെ പറ എങ്ങനെയുണ്ട് പറയാനുണ്ട് എങ്ങനെ പറയാനുണ്ട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് പറ എങ്ങനെയുണ്ട് പറയുന്നുണ്ട് ചേട്ടാ ഇല്ലേ എങ്ങനെയുണ്ട് പറ അടിപൊളി എങ്ങനെയുണ്ട് പറ Good cast, good producer, but waste story. Nothing to say. Yeah. Rajini super, cast, crew, everything super, entry super, but no story. Superstar. Money wasted. Okay, very style. Okay. Money waste or not? No story, Chata. No story, but good cast, good crew, everything is super, but no story. Can't expect 1,000 crores again. Madam, പറയുന്നുണ്ടായിരുന്നു madam. രജനിയുടെ ആക്ടിംഗ് ഒക്കെ പഴയ പോലെ തന്നെ സൂപ്പർ ആയിട്ട് അമീർ ഖാൻ എൻട്രി ക്യാമിയോ ആയിരുന്നു. അമീർ ഖാൻ എൻട്രി അങ്ങനെ പറയാൻ പറ്റില്ല. എൻഗേജിംഗ് ആണ്. പഴയ ആ ഒരു ഇതൊക്കെ കിട്ടിയ ലോകേഷിന്റെ ഡയറക്ഷനൊക്കെ പഴയ വണ്ടി പോയാലും നമുക്ക് വണ്ടി എടുക്കാം. സ്റ്റൈലൊക്കെ ഉണ്ട്. അടിപൊളി. അമീർ ഖാൻ എൻട്രി എങ്ങനെയുണ്ട്? ഗുഡ്. പടം അങ്ങനെ ഉണ്ടായിരുന്നു. പറയാം പടത്തേക്ക് പറയുന്നുണ്ട്. പടം ആവറേജ് പോലെ ഉള്ളതാണ്. നല്ല മേക്കിംഗ് ആയിരുന്നു. പക്ഷെ എവിടേക്ക് സ്റ്റോറി ലൈൻ വെച്ചിട്ട് ഒരു പോരായ്മ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിലാണെന്ന് തോന്നുന്നു. അമീർ ഖാനും നാഗാർജുന എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടു. സൗബിനും കൊള്ളാം. സൗബിന് നല്ല സ്ക്രീൻ ടൈം കൊടുത്തു. വില്ലൻ അതാ പറഞ്ഞത്. നാഗാർജുനയുടെ റോളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നാഗാർജുന നല്ല സ്ക്രീൻ നല്ല സാധനമാണ്. നാഗാർജുനയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വൈബ് സംഭവമാണ്. നമ്മൾ ലൊക്കേഷൻ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ലൊക്കേഷൻ എല്ലാ സിനിമ എടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്ക്രിപ്റ്റ് ഉണ്ടോ, ഒരു സ്റ്റോറി ലൈൻ ഉണ്ടോ, അത് മിസ്സിംഗ് ആണ്. പാട്ടൊക്കെ സൂപ്പറാണ്, അതൊന്നും പറയാനില്ല. ഇല്ലില്ല, ആവുന്നില്ല. അഭിനയ മികവിനെ കുറിച്ചൊന്നും ചോദിക്കാനില്ല. പക്ഷെ അഭിനയ മികവ് കൊടുക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന സ്റ്റോറിയുടെ സംഭവമുണ്ട്, അത് മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടായിരുന്നു, എൻഗേജിങ് ആയിരുന്നു പടം. അതിനകത്ത് ഞാൻ ലോകേഷിന്റെ സിനിമകളൊന്നും അവനെ വിടാറില്ല. ലോകേഷിന്റെ പടം കാണാൻ വന്നതിൽ നിരാശപ്പെട്ടിട്ടുമില്ല. പക്ഷെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നാഗാർജുനന്റെ ഒരു പെർഫോമൻസ് അതിനകത്ത് പുള്ളി വേറെ വൈബാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പിന്നെ നമ്മുടെ
സൗബിനും നല്ലൊരു സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൗബിന്റെ ഡാൻസ് ഉണ്ടല്ലോ പാട്ട്. ആ അതെല്ലാം നല്ല എനർജി ആയിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം. സൂപ്പർ സാധനം, അടിപൊളി സിനിമ. അടിപൊളി സാധനം. ആരെ ഇഷ്ടപ്പെട്ട കൂടുതൽ? ശരിയാണ്. സൗബിന്റെ ആക്ടിങ് ഉണ്ട്. സൗബിൻ അടിപൊളി സാധനം. അമീർ ഖാൻ എൻട്രി ഉണ്ട്. അടിപൊളി അടിപൊളി. പാട്ടൊക്കെ കൊള്ളാം. കൊള്ളാം, അടിപൊളി സാധനം. സൂപ്പർ. ഏതാ ഇഷ്ടപ്പെട്ട കൂടുതൽ? ആരെ ഇഷ്ടപ്പെട്ടത്? രജനീകാന്ത്. ശരിയാണ്. സൗബിന പോരാ, പോരാ, കുഴപ്പമില്ല, ഉള്ള അമീർ ഖാൻ കൊള്ളാം, കൊള്ളാം. കൊള്ളാം, അടിപൊളി പടം. ആ. പാട്ടെല്ലാം കൊള്ളാം. സെറ്റ്. പറയാനുള്ളത് എന്നോട് ഭായി ചോദിച്ചിട്ട് കാര്യമില്ല. രജനിയുടെ പടമാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും, കണ്ടിരിക്കും. നല്ല പടമായിരിക്കും അല്ലേ? ആ അത് സ്വാഭാവികമാണ്. എന്തോ പറഞ്ഞ എനിക്ക് എന്താ പറയാ പറഞ്ഞ പറഞ്ഞ പോലെ സൗബിൻ ഷോയാണ് പടം മുഴുവൻ. രജനി പഴയ പോലെ മാസമല്ല, പക്ഷെ പ്രായത്തിന് പറ്റിയൊരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പടം. ഇഷ്ടപ്പെട്ടു. അമീർ ഖാൻ എൻട്രി അമീർ ഖാൻ സ്വല്പം നേരം ഉണ്ടായിരുന്നത് നന്നാക്കി. വളരെ രസമുണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അത് ചെയ്തത്. ഒരു മാസം ഒരു വില്ലന്റെ എൻട്രി പ്രതീക്ഷിച്ചപ്പോൾ അതൊരു ചെറിയൊരു കോമിക് ടച്ചോട് കൂടി അതിന് തീർക്കുകയായിരുന്നു ചെയ്തത്. പ്രതീക്ഷ പോലല്ല, വലിയൊരു ഭയങ്കര ഒരു വില്ലനിസം പ്രതീക്ഷ കിഡിലമായിട്ടുണ്ട്. ഈ പ്രായത്തിലും അതുപോലെ നല്ല പ്രായം പറയത്തില്ല പുള്ളിയെ കണ്ട. ഏജ് റിവേഴ്സ് ഗിയറിലാണ് പുള്ളിയുടെ. പറയത്തില്ല. ഇല്ല നല്ല നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടാ? രേഖാതൊക്കെ എങ്ങനെ? സൗബിന്റെ ആക്ടിങ് ഉണ്ട്. പൊളി. അമീർ ഖാന്റെ എൻട്രി ഒക്കെ സൂപ്പറായിട്ട്. നാഗാർജുന എല്ലാരും അടിപൊളി. അടിപൊളി. പാട്ടൊക്കെ കൊള്ളാം. പാട്ടും കൊള്ളാം. BGM ഒക്കെ സൂപ്പറാ. സൂപ്പർ.